പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധരുടെ ടെക്നിക്കൽ സംഘടനയായ ലൈസൻസ്ഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ്റെ ലെൻസ്ഫെഡിൻ്റെ സമ്മേളനമാണ്. കെട്ടിട നിർമ്മാണത്തെ പ്രതിനിധികളെ വിശേഷിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും സ്വാഗതം ചെയ്യും. കൂടുതൽ സേവനങ്ങൾക്കായി ജില്ലാ പ്രസിഡന്റ് ശ്രീ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ലെൻസ്ഫെഡ് എന്ന ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കേരളത്തിൽ 27 വർഷമായിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ കെട്ടിട നിർമ്മാണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ലെൻസ്ഫെഡ്. ഇന്ന് ഞങ്ങൾ ലൈസൻസുകൾ അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലുകൾ ഏറ്റെടുത്ത് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്ക് വളരെയധികം വില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തന്മൂലം കെട്ടിട നിർമ്മാണ കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഞങ്ങളെ പോലുള്ള വ്യക്തികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൂടാതെ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റൊരു വിഷയമായിട്ട് ഇന്ന് തൊഴിലാളികളുടെ ലഭ്യത കുറവ് ഈ മേഖലയിൽ ഒരുപാട് അലട്ടുന്നുണ്ട്. നമ്മുടെ സാനിറ്ററി ഐറ്റംസിനൊക്കെ 50% വില കൂടുകയും സിമന്റ് ബാഗിന് 30 രൂപയോളം വില കൂടുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ സ്റ്റീലിന് 20%, 25% ഒക്കെ സ്റ്റീലിനും വില കൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആയതിന് നമ്മുടെ സർക്കാരുകളുടെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾക്ക് വളരെ ഗൗരവമായി എത്തിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം നമുക്ക് ആവശ്യമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ ആദരണീയനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ജയചന്ദ്രൻ മോദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഒരു മനസ്സിലായി. കെട്ടിട നിർമ്മാണ മേഖലയില് ആവശ്യമായ വസ്തുക്കൾ എല്ലാം നല്ല രീതിയിൽ വളരെ അധികം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വിലവർദ്ധന ഉണ്ടായത്. കാരണങ്ങൾ പലതുണ്ട്. യുദ്ധം പോലെയുള്ള കാര്യങ്ങൾക്ക് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. സിമന്റ് അതുപോലെ എല്ലാ മെറ്റലും, അത് സിമന്റ് പുറമെ കമ്പി, കോപ്പർ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത് ഫാബ്രിക്കേഷൻ വർക്കിന് വരുന്ന അലുമിനിയം തുടങ്ങിയ എല്ലാ മെറ്റീരിയൽസും വലിയ ഒരു വിലവർദ്ധനമുണ്ട്. ജനങ്ങളുടെ മേലേക്കാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കോൺട്രാക്ട് എടുക്കുന്ന ആളുകളെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ റേറ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺട്രാക്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വളരെ പെട്ടെന്ന് ഇതിന് മാറ്റം വരുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഒരു വലിയൊരു മാർജിനൊന്നും ഇന്ന് കോമ്പറ്റീഷനുള്ള അവസ്ഥയിൽ നമുക്ക് ഒരു വർക്ക് കിട്ടില്ല. ഒരു 10% മാർജിനൊക്കെ ഇട്ട് ചെയ്യുന്ന വർക്കിന് 30-40% മെറ്റീരിയൽസ് വരെ കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സാഹചര്യം. അത്തരത്തിലൊരു സാഹചര്യത്തില് ഇതില് ഗവൺമെന്റ് പെട്ടെന്ന് എടുത്ത് അതില് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വളരെ വിശദമായി പറയുന്നില്ല. തന്ന് കാര്യങ്ങൾ അല്ല, അത് മാത്രമല്ല, വിലവർദ്ധനവ് അല്ലാതെയും വരുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു നിയന്ത്രണമല്ല. എല്ലാവർക്കും വില വർദ്ധിക്കുന്നുള്ളത് നമുക്ക് സാമാന്യം എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ അതിനൊരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളും നമുക്ക് നിലവിലില്ല. എല്ലാ നിർമ്മാതാക്കൾക്കും ഒരുപോലെ വില കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. അത് ഒരുമിച്ച് അവർക്ക് പ്ലാൻഡ് ആയിട്ട് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ ഇതൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇതിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു മോണിറ്ററിംഗ് സംവിധാനം പോലും നിലവിലില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 200 താഴെ വ്യവസായങ്ങൾ കെട്ടിട നിർമ്മാണ മേഖലയുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അതിലുണ്ടാകുന്ന എല്ലാ ടാക്സ് സംവിധാനങ്ങൾക്കും സർക്കാരിന്റെ വലിയൊരു വരുമാനം എന്ന് പറയുന്നത് പോലും ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴേ കൺസ്ട്രക്ഷന്റെ കുറവ് കാര്യമായിട്ടുണ്ടാവാൻ സാധ്യത. പ്രത്യേകിച്ച് ഇപ്പൊ തൊഴിലാളികളുടെ പ്രശ്നം ഭയങ്കരമാണ്. അതും ഇതാണ്. അവിടെ ഇലക്ഷനൊക്കെ ആയിട്ട് അവരെല്ലാവരും തിരിച്ചു പോയിട്ടുണ്ട്. അത് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ളവർ പോലും ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇവിടെ ഹോട്ടൽ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ ഗ്യാസ് ഇല്ല. അപ്പൊ ഇന്നിപ്പോ ഹെൽപ്പേഴ്സ് ഒന്നും തീരില്ല. പ്രത്യേകിച്ച് ബംഗാളികളൊക്കെ ഒരുവിധം, ബംഗാളുകാരല്ല, ബംഗാൾ, ഒറീസ, ബീഹാർ എല്ലാവരും തിരിച്ചു പോകും. ആസാമൊക്കെ തിരിച്ചു പോകും. അത് ഇന്ന് വലിയൊരു പ്രശ്നത്തിനാണ്. ഒരുവിധം വർക്കുകളൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയാണ്. ഈ പലപ്പോഴും ഈ കുറഞ്ഞ പോസ്റ്റിൽ വീടൊക്കെ നിർമ്മിക്കാൻ പറ്റുന്ന
ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് അത്ര രൂപ വരുന്നത്? ശരിക്കും ഇപ്പൊ ചോദിച്ചതിന് കുറച്ച് വിശദമായിട്ട് പറയാം. സ്ക്വയർ ഫീറ്റ് ശരിക്കും ഒരു കൺസ്ട്രക്ഷന്റെ മാനദണ്ഡമല്ല, നമ്മുടെ നാട്ടിൽ നടപ്പായിട്ട് വന്ന് മാറിയ ഒരു കാര്യമാണ്. കാരണം ഒരു ബിൽഡിംഗ് നമുക്ക് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ സ്ക്വയർ ഫീറ്റ് വെച്ച് കണക്കൂട്ടാനായിട്ട് ഒട്ടുമില്ല, വളരെ ഉറപ്പായിട്ട് ആർക്കും പറയാവുന്ന രീതിയിലുള്ള ഒരു റേറ്റ് ഉള്ളൂ. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിതപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് ചെലവായെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്ത് പറയുന്നു. പക്ഷേ സ്ക്വയർ ഫീറ്റ് അല്ല ഇതിന്റെ മാനദണ്ഡം. നമുക്കറിയാം, എപ്പോഴും ഒരു ഗവൺമെന്റ് വർക്ക് ഒരിക്കലും സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരിക്കലും ബാങ്ക് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് കണക്കൂട്ടാറില്ല. അതിനൊക്കെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഒരു നടപ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് കൃത്യത ഇല്ലാത്തൊരു കാര്യമാണ്. അത് ലോക്കൽ കോൺട്രാക്ടേഴ്സിനൊക്കെ എസ്റ്റിമേറ്റ് ഇടാനും കണക്കൂട്ടാനും അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് അവർ ഒരു ഉദ്ദേശ കണക്കായിട്ട് കൊണ്ട് നടക്കുന്നതുള്ളൂ. അതിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. മാറുമ്പോഴും എല്ലാം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണെന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പൊ ഒരു വീട് പണിയാണ് 2000 2004 സ്ക്വയർ ഫീറ്റ് പറയുന്ന ശരാശരി കണക്ക്. ഇതിപ്പോ നിലവിൽ എത്ര രൂപയ്ക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ഈ പറഞ്ഞ മെറ്റീരിയൽസിന്റെ വില അനുസരിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്കൊരു 2500 2750 പോകേണ്ട അവസ്ഥയ്ക്ക്. അത് ആവറേജ് അല്ലെങ്കിൽ ഒരു കിലോ മീഡിയം ലെവലിലാണ്. പല മെറ്റീരിയൽസും ഒന്ന് സ്ഥലം ഉൾപ്പെടെ ഒരു ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ പറ്റുന്നുണ്ടോ? സ്ഥലം ഉൾപ്പെടെ ഈ റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. അല്ല, അതല്ല, ഇത് ബിൽഡിങ്ങിന് മാത്രമാണ്. സ്ഥലം ഉൾപ്പെടെ അല്ല. കാരണം സ്ഥലമുള്ളവര് സ്ഥലവും വീടാണെങ്കിൽ ഒരുമിച്ച് എമൗണ്ട് പറഞ്ഞ് ആ രീതിയിൽ ഹൈറ്റിന് മുമ്പ് ശരാശരി 2000 സ്ക്വയർ ഫീറ്റ് പണിയാൻ പറ്റും. 2000 രൂപ 2200 രൂപ റേറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കത് 2750 മുകളിലേക്ക് മാറുന്ന രീതിക്കായിരുന്നു. അല്ല, യുദ്ധം കാരണം എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഗ്യാസ്, പെട്രോൾ കാര്യങ്ങളാണ് ഇതിനെ ഡയറക്റ്റ് ബാധിക്കുന്ന കാര്യങ്ങൾ. കൂടാതെ നമുക്ക് ഒരു ബൈ പ്രോഡക്ട്സ് ആണ് PVC ഐറ്റംസ് ഒക്കെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ യുദ്ധത്തിനോടനുബന്ധിച്ച് കോപ്പർ ഒക്കെ അതിനോട് ചേർന്ന് പോയിട്ടുണ്ട്. ഇപ്പൊ ടൈൽസിന് നല്ലൊരു വ്യത്യാസം, ടൈൽസ് കിട്ടാനും ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം അത് ഗ്യാസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗ്യാസ് ആണ് അത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ടൈൽസ് കിട്ടാനും ബുദ്ധിമുട്ടായി. അതിനനുസരിച്ച് അതിന്റെ വിലയും വലിയ ചേഞ്ച്. ഇടനിലക്കാർക്ക് ഇതിൽ വലിയ ചാൻസ് ഒന്നുമില്ല. കാരണം ഇതിപ്പോ ഒരു കമ്പനി അവര് ഡീലേഴ്സിനോട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന സാധാരണ എല്ലാ മെറ്റീരിയൽസിനും വരുന്ന ലൈൻ ഇടനിലക്കാരെന്ന് പറയാൻ പറ്റും. പിന്നെ ഒരു വലിയ മാറ്റം കോറി പ്രൊഡക്ട്സിന് നല്ല മാറ്റം വന്നു. കോറി നമുക്ക് വില നിയന്ത്രണം പറഞ്ഞെങ്കിൽ കൂടുതൽ കോറികളെ അനുവദിച്ച് കൂടുതൽ വേണം. കാരണം വലിയ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുമ്പോൾ അതൊരു കുത്തകെന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മാറും. വലിയ വലിയ ആളുകൾക്ക് മാത്രം അവർക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് കൂട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു മോണിറ്ററിംഗ് സംവിധാനമല്ല. ഇന്ന് കോറി പ്രൊഡക്ഷനുള്ള തന്നെ നാളേക്ക് ഒരു 20% കൂട്ടിക്കഴിഞ്ഞാൽ ചോദിക്കാൻ പറയാൻ പാടില്ല. പിന്നെ നമുക്ക് ഇപ്പൊ മണലെടുക്കുന്നില്ല. ശരിക്കും മണലെടുക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. കുഴമണലൊക്കെ വെറുതെ വെച്ച് പോകുന്ന അവസ്ഥയാണ്. അതൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നിയന്ത്രിതമായിട്ട് തന്നെ, അതായത് നമ്മൾ ചൂഷണം ചെയ്യണമെന്നുള്ള രീതിക്കല്ല പറയുന്നത്. ഇപ്പൊ പുഴകളിലൊക്കെ ചെറിയ തടയാനൊക്കെ വെക്കുകയാണെങ്കിൽ വെള്ളം നിൽക്കുകയും ചെയ്യും. നമുക്ക് മണൽ വന്ന് സ്റ്റോർ ചെയ്യുമ്പോൾ എടുക്കാനുള്ള സാധ്യത. കുഴമണല് വർഷങ്ങളായിട്ടില്ലേ, കുറെ വർഷങ്ങളായി ഒരു പുഴയിൽ നിന്ന് അല്ല, അനധികൃതമായിട്ട് മണൽ പിടിക്കുന്ന സംവിധാനം ഇപ്പൊ കുറഞ്ഞു പോയി. കാരണം എല്ലാവരും അംസാൻഡിലേക്ക് മാറിയ അവസ്ഥയിലായിട്ടുണ്ട്. ഈ മണലെടുത്താലേ ശരിക്കും അംസാൻഡിലേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എംസാൻഡ് അല്ല, വേറെ ബദലില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പൊ എംസാൻഡ് മാത്രം യൂസ് ചെയ്യുന്ന അവസ്ഥ. വിനോദ് ദേവി കാരണം ലേബേഴ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രശ്നം തീരുന്നില്ല. ഗ്യാസ് വന്നില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ളവർ തന്നെ ഒരു 900 രൂപ കൂലി മേടിച്ചെന്ന ഹെൽപ്പർമാർ ഇപ്പൊ 1300 ചോദിക്കുന്നത്. കാരണം അവരിവിടെ ആളുകളില്ല. നമുക്ക് നിർബന്ധിതമായിട്ട് അവർ വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോയി തുടങ്ങി.
വ്യത്യാസമുണ്ട്. എന്നാലും ഒരു 1300 രൂപ റേറ്റിലാണ് മേസന്മാരൊക്കെ. ആളുകൾ കൂലി കൂട്ടി കഴിക്കുന്ന സാഹചര്യം എത്തിയില്ല. അതെത്തി എത്തിയതല്ല, ഇപ്പൊ നടത്തുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ്. മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവര് ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ വന്നു തുടങ്ങിയ പിന്നെ തമിഴ്നാട്ടിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ നാട്ടിലും അത്യാവശ്യം കൂലിയായി തുടങ്ങിയപ്പോ മുൻപ് നമുക്ക് മാർത്താണ്ഡം പറഞ്ഞിട്ട് വന്നിരുന്നു. ഇപ്പൊ ആ ഭാഗത്ത് നമുക്ക് ലേബേഴ്സില്ല. നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ട് വരുന്നില്ല. കുറവാണ്. മലയാളികളോ വളരെ കുറവാണ്, വളരെ കുറവാണ്. നമുക്കെല്ലാം നോക്കിയറിയാം നമ്മുടെ ചുറ്റുപാട് എത്ര പേര് ഇന്ന് മേശത്തെ അല്ലെങ്കിൽ ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. മണ്ണ് പണിക്ക് കളക്കാനായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹെക്ടർമാരായിട്ട് മേശന്മാരായിട്ട് ഇന്നത്തെ ചെറുപ്പക്കാർ എത്ര പേര് പോകുന്നുണ്ട്. ഉള്ളവർ തന്നെ കുറച്ച് പ്രായമായ ആളുകൾ മാത്രമാണ്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇല്ലാന്ന് തന്നെ പറയും. നമ്മുടെ നാട്ടുകാർ ഈ പണി നിർത്തിയ അവസ്ഥയിലായിരിക്കും. അതിന് സ്ഥിരമായിട്ട് പണി ചെയ്യുന്ന കോൺട്രാക്ടർമാരാവും ചെയ്യും. കുറച്ച് നാൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ലോക്കൽ കോൺട്രാക്ടേഴ്സ് ആണ്. അവർക്കൊരു ക്വാളിറ്റി ഇല്ല, അതുപോലെ തന്നെ ഒരു യാതൊരു നിയന്ത്രണങ്ങളില്ല. നമ്മുടെ നാട്ടില് എപ്പോഴും വിലയെ പറ്റി ചോദിക്കുന്നു. സ്ക്വയർ ഫീറ്റിന് അടുത്ത് നിർത്തിയതുപോലെ സ്ക്വയർ ഫീറ്റിന് ഏറ്റവും കുറച്ച് പറയുന്ന ആൾക്ക് വർക്ക് കിട്ടും. അപ്പൊ ഒരു ക്വാളിറ്റി സാധാരണ നമുക്കൊരു വർക്ക് കിട്ടും, നമ്മളൊരു എസ്റ്റിമേറ്റ് ഇട്ട് അതിന്റെ കൂടെ നമ്മൾ 10% മാർജിൻ കണക്കാക്കിയിട്ട് ആ 10% വേണം നമ്മുടെ എല്ലാ ചെലവുകളും വെച്ചിട്ടാണ് നമുക്ക് ബാക്കി കിട്ടുന്നത്. അത് ഈ വിലവർദ്ധനവർക്ക് റിസ്ക് ആയിട്ട് കിടക്കുന്നത്. ഇന്നിപ്പോ കോൺട്രാക്ട് എടുക്കാൻ ധൈര്യമായിട്ട് ആർക്കും പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് കാര്യം. ഈ ലോക്കൽ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് മുഴുവൻ വർക്ക് കയറി കോൺട്രാക്ട് എടുക്കും, അവർ ചുരുങ്ങിയ റേറ്റ് എടുക്കും, പക്ഷെ ഫിനിഷിംഗ് കറക്റ്റ് ആവില്ല. പിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്ന അവസ്ഥ. അതിന്റെ ഈ മെറ്റീരിയൽസിന്റെ വില വർധന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് ആനുപാതികമായിട്ട് കയറുന്നില്ല എന്നാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത്.